ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡിഷസും പിന്നെ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷനുമൊക്കെയാണ് കാണിക്കുന്നതെന്ന് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ നല്ലൊരു ഫിഷ് മോൾഡിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണേ. അതിനൊരു 2 ദിവസം മുമ്പ് നല്ലൊരു മട്ടൺ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ ഇട്ടു. അതും ഞാൻ ഓർക്കുന്നത് നല്ലൊരു ക്രിസ്മസ് ഡെക്കറേഷൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യാവുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇതിനകത്ത് വൈനും കേക്കും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയ ഒരു പെട്ടിയാണത്. അപ്പോൾ അത് ഞാൻ ആദ്യം സ്പൂൺ വെക്കാനായിട്ട് അതിൽ 4 പാർട്ടീഷൻ, അതിൻ്റെ പാർട്ടീഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് 4 പാർട്ടീഷനാക്കിയിട്ട് ഞാൻ കിച്ചണിൽ സ്പൂണും ഫോർക്കും ഒക്കെ ഇടാനായിട്ട് യൂസ് ചെയ്തു. പക്ഷേ കിച്ചൺ കൗണ്ടറിൽ അത് ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് വലിപ്പമാണ്, കുറച്ച് കൂടുതൽ സ്പേസ് എടുക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഞാനതങ്ങ് മാറ്റി. പിന്നെ സ്പൂണും ഫോർക്കും ഇടാനായിട്ട് ഞാൻ വേറെ ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ ഡെക്കറേഷൻസ് വെക്കാനായിട്ട് ഞാനിതങ്ങ് യൂസ് ചെയ്തു. അപ്പോൾ കുറേ കൂടെ സൗകര്യവുമായി. കാരണം ആ 4 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ഗ്രീൻ കളറിലുള്ള സാധനം എന്താണെന്ന് അറിയാമോ? ഈ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുന്നവർക്കറിയായിരിക്കും. ഒയാസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്. അല്ല ഇതുപോലെ ആർട്ടിഫിഷ്യലി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ പിൻ വെക്കും, ഫ്ലവർ പിൻ വെച്ചിട്ട് അതിലാണ് വെക്കുന്നത്. അല്ല ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊടിമണലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ പക്ഷേ ഭയങ്കര വെയിറ്റാണ്. വെള്ളമാണെന്നുണ്ടെങ്കിലും വെള്ളം സ്പില്ല് ചെയ്യാനും ഒക്കെ കാരണമാകും, വൃത്തിയിടാവും. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഈ ഒയാസിസ് വലിയ പീസായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മളത് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ, അല്ല ഇതിപ്പോൾ വലിയൊരു ബോക്സ് അല്ലേ, പക്ഷേ നമുക്കിതുപോലെ തന്നെ ചെറുതായിട്ടും ചെയ്തെടുക്കാം. കൊച്ചു കൊച്ചു ബാമ്പുവിൻ്റെ കൂടകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ പോലും, അല്ലെങ്കിൽ വീട്ടിലെ ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിലോ ഒരു ചട്ടിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതുപോലെ ഒയാസിസ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒയാസിസ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് പൊടിമണൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറേ ബോൾസ് മേടിക്കുക. ഞാൻ ഈ ബോൾസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചു. പിന്നെ പൈനിൻ്റെ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പൈൻ കോൺസ് ഞാൻ കൊടൈക്കനാലിലൊക്കെ പോകുന്ന സമയത്ത്, പൈൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്നതെല്ലാം ഞാൻ ചാക്കിൽ ആക്കിക്കൊണ്ടെങ്കിൽ പോരും. പിന്നെ കുറേ എനിക്ക് ചേച്ചി കൊണ്ടു തന്നായിരുന്നു. നല്ല വാർണിഷ് ചെയ്ത പൈൻ കോൺസൊക്കെ ചേച്ചി കൊണ്ടു തന്നു. പിന്നെന്താണ് റെഡ് ബെറീസും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ കാണിക്കുന്ന ആ സിൽവർ ഇതൊക്കെ ഞാൻ ഇവിടെ സ്റ്റൈൽ പ്ലസിൽ നിന്ന് മേടിച്ചു. അതിന് തന്നെ ഗോൾഡനും ഉണ്ട് ഇപ്പോൾ വെച്ചത്. പിന്നെ ആ മേളി വെച്ച ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, എനിക്ക് ആ സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വള്ളികൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടിയ പോലുള്ളൊരു സ്റ്റാർ. അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് അഞ്ജു എനിക്ക് കൊണ്ടു തന്നതാണ്. അവൾ കൊണ്ടു തന്ന കുറേ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വൈറ്റ് സ്റ്റാർ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതേ സാധനങ്ങൾ തന്നെ വേണം എന്നൊന്നുമില്ല. ഈ ഒരു വൈറ്റ് ബോൾസ് എൻ്റെ ചേച്ചി എനിക്ക് കൊണ്ട് തന്നതാണ്. അതിൻ്റെ അടിയിൽ ഓൾറെഡി തന്നെ ആ ഓരോ ബോളിൻ്റെ അടിയിൽ ഒരു നൂൽക്കമ്പി പോലെയുണ്ട്. അതുകൊണ്ട് അത് വളരെ ഈസി ആയിരുന്നു അത് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ആ താഴെയുള്ള റിബണ് ഞാൻ അഴിക്കാതെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അഴിക്കാതെ തന്നെ നിങ്ങളെ കാണിച്ചല്ലോ, പുറകിൽ പിൻ കുത്തി വെച്ചിരിക്കുകയാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ആയാലും മതി. പക്ഷേ മേളിൽ കെട്ടിയിരുന്ന റിബണ് തീരെ വൃത്തിയേടായി പോകാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ മടക്കി സൂക്ഷിച്ചിരുന്നു. ആ റിബണും കൊണ്ട് ഞാനൊരു ബോയും കൂടെ കെട്ടിക്കൊടുക്കുകയാണേ. ആ ബോ കെട്ടിക്കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ശരിക്കും ഒരു കുക്കിംഗ് ചാനലാണ്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലോ ഈ വീഡിയോ ഒക്കെ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ആ ഒരു കുക്കിംഗ് ചാനലിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതായത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അടുത്ത്. ആ ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്ത് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് കിട്ടും കേട്ടോ. പക്ഷേ നല്ല വിലയാണ്. ഒരു 3000, 4000, 5000ൻ്റെ മുകളിലൊക്കെ പോകുന്നത് വരെയുണ്ട്. അപ്പം നമുക്ക് ഇത് ഒന്ന് തനിയെ സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10, 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ നമുക്കിത് നല്ല ഭംഗിയായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലൊരു അറേഞ്ച്മെൻറ്റ് അല്ലെ മാക്സിമം പോയാൽ ഒരു 500 രൂപ.
500 ഒരിക്കലും ആവില്ല കേട്ടോ. ഇത്രയും വലിയൊരു നല്ല സാധനങ്ങൾ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ബോക്സിന് 500 രൂപ ആവത്തുള്ളൂ. അല്ല നമ്മൾ വെക്കുന്ന ബാസ്ക്കറ്റ് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. ഇങ്ങനെയൊരു സെറ്റിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്റർ പീസായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ സെൻറ്റർ ടേബിളിൻ്റെ നടുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ നല്ല കാണാൻ ഭംഗിയുള്ള അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കോർണറിൽ ഇത് മാത്രം വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ മിന്നുന്ന ലൈറ്റും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശേലായിരിക്കുമേ. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പം ആ സ്റ്റെയർ കേസിലോട്ട് ഈ പൈൻ ലീവ്സിൻ്റെ, ആർട്ടിഫിഷ്യൽ പൈൻ ലീവ്സിൻ്റെ ഒരു ഗാർലൻഡ് വലുതായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ താഴത്തെ ആ ഒരു കുറേ സ്റ്റെപ്സ് ഉണ്ട്, ഒരു 10-15 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് കയറുന്നത് വരെ, ആ തീരുന്നത് വരെയുള്ള കറക്റ്റ് ആ ഒരു നീട്ടമുണ്ട് ഈ ഒരു ഗാർലൻഡിന്. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഇതുപോലെ, അത് നല്ല കമ്പിയാണ് കേട്ടോ, ഇച്ചിരി പാടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാൻ സെല്ലോ ടേപ്പ് കൊണ്ട് അത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരടി വ്യത്യാസത്തിൽ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാനത് ആ റെയിലിങ്ങിനോട് ഞാൻ അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ പൈൻ ലീവ്സ് എല്ലാം ഇങ്ങനെ നമ്മളൊരു ബോക്സിലാക്കി ഇങ്ങനെ മടക്കി വെക്കുകയല്ലേ, അപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് ചപ്പിയിരിക്കും. അതെല്ലാം ഒന്ന് നേരെയൊക്കെ ഒന്ന് ആക്കി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല പുതിയതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് ബോൾസ് ഇടും. അതെല്ലാ കളർ ബോൾസും ഞാൻ യൂസ് ചെയ്യത്തില്ല. എല്ലാ കളർ ബോൾസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. എല്ലാ പല കളറുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ഒരു ഭംഗിയാണ്. പക്ഷേ എനിക്ക് ഏതെങ്കിലും 2 കളേഴ്സ്, മാക്സിമം 3 കളേഴ്സാണ് ഇഷ്ടം. ഈ പ്രാവശ്യം ഞാനിട്ട് ക്രിസ്മസ് ട്രീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ സ്റ്റെയർ കേസിലോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും എല്ലാം ഞാൻ റെഡിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ സ്റ്റെയർ കേസിൻ്റെ മേലെ വരെയുണ്ട്, അത് ഞാൻ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ ലൈറ്റുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമേ. ഇപ്പോൾ ഇതുപോലെ കുറേ സോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നങ്ങ് പറ്റി അങ്ങ് പോകത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്ലഫി ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഞാൻ ഒന്നിടവിട്ട് ഒരു ചെറിയൊരു സോക്സ് ഇടും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ബോയാണ് ഇട്ടത്. ഇപ്പം ഞാൻ സോക്സാണ് ഇട്ടുന്നത്. പക്ഷേ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സോക്സ് മാറ്റിയിട്ട് ഞാൻ ഗോൾഡ് കളർ അല്ല റെഡ് കളറിലുള്ള ബോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ബോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സോക്സ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ബോ വെച്ചു, പിന്നെയും ഒരു സോക്സ് വെച്ചു, പിന്നെയും ഒരു ബോ, അങ്ങനെ മുകൾ വശം വരെ ചെയ്തു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 5 ആണോ 6 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഇതെല്ലാം കൂടി ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ റെയിലിങ്ങിലുള്ള കംപ്ലീറ്റ് ഡെക്കറേഷനും തീർന്നു. ഞാൻ നിങ്ങളെ ഈ ബോ കാണിച്ചില്ല അല്ലേ, വലിയ 2 ബോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ആ റിബണിൻ്റെ സൈഡിൽ ഒരു വയറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴായാലും ആ വയറൊന്ന് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കി നല്ല കെട്ടിവെച്ച ബോ പോലെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. പിന്നെ ലൈറ്റ് എല്ലാം ഇട്ട് തന്നത് എൻ്റെ ഭർത്താവ് സേവി തന്നെയാണ് കേട്ടോ. ലൈറ്റ് ഡെക്കറേഷൻ എല്ലാം സേവിയുടെ സെക്ഷനാണ്. എനിക്കറിയത്തില്ല ലൈറ്റിൻ്റെ പരിപാടികളൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ എന്നെ സ്റ്റാർ ഇട്ടതും ട്രെയിൽ ലൈറ്റ് ഇട്ട് തന്നതും പിന്നെ റെയിലിങ്ങിൽ ലൈറ്റ് ഇട്ടതും എല്ലാം സേവിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു ഡെക്കറേഷൻ, ഈ ഒരു പീസ് ഞങ്ങൾ പണ്ട് ചെന്നൈയിലായിരുന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അങ്ങ് ഇളകിപ്പോയായിരുന്നു, ഒരു 10-15 വർഷമായി. അപ്പോൾ അതൊക്കെ കുറേ സാധനങ്ങളൊക്കെ പോയതുകൊണ്ട് ഞാൻ അതിലോട്ട് ചെറിയ കുറച്ച് പൈൻ കോണും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷനും ഒക്കെ കൂടെ വെച്ച് കുറേ കൂടി ഒന്ന് കളർഫുള്ളാക്കുവാണേ. ഇനി ഇപ്പോൾ കാണിക്കുന്ന കൊച്ചു ഗിഫ്റ്റ് പോലെ ഇതിനകത്ത് തെർമോക്കോളാണ്. ഇതൊക്കെ ഞാൻ മേടിച്ചത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ലൈവിൽ വന്നിട്ടുള്ളവർക്കറിയാം, എൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു തീകത്തൽ പരിപാടി നടന്നു. അത് ഈ സാധനമാണ് കത്തിപ്പോയത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ അതിൻ്റെ അകത്തൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്നു. ആ മെഴുകുതിരിക്ക് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് ഗ്ലാസ്സാണ് പൊട്ടിയതെന്നാണ് ഓർത്തത്. പക്ഷേ ഗ്ലാസ് അല്ല പൊട്ടിയത്, മേളിൽ ഒരു ബെല്ല് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബെല്ലാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എബിയും ഫ്രെനിയും എന്ന് പറഞ്ഞ് അവർ കൊണ്ടു തന്ന്. അപ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ ആ ഒരു സാറ്റൻ റിബൺ ഉണ്ടല്ലോ, സാറ്റൻ റിബണിൽ ചെറുതായിട്ട് കത്തിയിട്ട് ഈ ഒരു ബെല്ല് താഴോട്ട് വീണ ശബ്ദമാണ് കേട്ടത്. പക്ഷേ ദൈവകൃപ കൊണ്ട് ഞങ്ങളുടെ ഫേവററ്റ് ഒരു ബെല്ലാണിത്, അത് പൊട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അത് ചൂട് തട്ടിയിട്ട് ആ സാറ്റൻ റിബൺ ഉരുകിയിട്ട് താഴോട്ട് വീണു. അപ്പോൾ ആ
ഈ ക്യാൻഡിലിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന ആ ഒരു ചുമന്ന ബോളുണ്ടല്ലോ, ആ ബോളിലും കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സിനും തീ പിടിച്ചിട്ടാണ് അന്നൊരു വെട്ടമൊക്കെ കണ്ടത്. എല്ലാ ക്രിസ്മസിനും എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കത്തിക്കുകയും എന്തെങ്കിലും ഒരു സാധനം അബദ്ധത്തിലായാലും ഒന്ന് നശിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ക്രിസ്മസിൻ്റെ ആഘോഷം പൂർണ്ണമാവത്തില്ല കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലേ, ഫോർട്ട് കൊച്ചിയിൽ വലിയൊരു ക്രിസ്മസ് പാപ്പയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഏതാണ്ട് അതുപോലെയാണ് എൻ്റെ ക്രിസ്മസ് പരിപാടി. അത് ന്യൂ ഇയറിനാണെങ്കിൽ ഇത് ക്രിസ്മസിനാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ വീഡിയോയും കഴിഞ്ഞിട്ടുണ്ട്. നാളെ നല്ല ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയോ അല്ലെങ്കിൽ നല്ല ഒരു കേക്കിൻ്റെ റെസിപ്പിയോ ഞാനിടാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലാത്തവർക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഇച്ചിരിയുടെ മെനക്കേടല്ലേ. അപ്പോൾ അത് മടിയുള്ളവർക്ക് ലാസ്റ്റ് മിനിറ്റ് ഒരു കേക്ക്, നമ്മുടെ പ്ലം കേക്കിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ് ക്യാരറ്റ് കേക്ക്, വാൾനട്ട്സ് ഒക്കെ ഇട്ട് നല്ലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാക്കാവുന്ന നല്ലൊരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമുണ്ട്. ഇനിയൊരു ഡെക്കറേഷൻ്റെ വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്